ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ, കാക്കങ്ങാട് വീട്ടിലോട്ടാണുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ നാട്ടിലൊരു അമ്പലത്തിലോട്ട് പോവുകയാണ്. ആ ഒരു അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേറെ ഭംഗിയും അതുപോലെ തന്നെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലവുമാണ് കേട്ടോ. നമ്മുടെ ഈ ഏരിയ എന്ന് പറയുന്നത് നിറയെ പച്ചപ്പൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ അതിരാവിലെ തന്നെ എഴുന്നേറ്റിട്ട് പോവുകയാണ് അമ്പലത്തിലോട്ട്. ഞാനും കുട്ടികളും അനിയനുമാണ് ഉള്ളത് കേട്ടോ. അതെ, സൂര്യനൊക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. അനിയനും പിള്ളേരും വേഗം നടന്നു പോയി. ഇതേ നമ്മൾ ടൗണിലെത്തിയതിന് ശേഷം ഒരു ഓട്ടോറിക്ഷ പിടിച്ചു. ഓട്ടോറിക്ഷ പിടിച്ചിട്ടാണ് പോയത് കേട്ടോ. കുറേ ദൂരം ഓട്ടോറിക്ഷ എത്തിയതിന് ശേഷം വീണ്ടും ഇനി നടക്കാനുണ്ട്. അങ്ങോളം ഒരുപക്ഷെ അമ്പലം വരെയും ഓട്ടോറിക്ഷ പോകും. പക്ഷെ ഞാൻ പറഞ്ഞു ഇവിടെ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. കാരണം നല്ല രസമാണ് നടന്നിട്ട് പോകുമ്പോഴേ. അപ്പോൾ കാക്കയങ്ങാട് വണ്ടി പിടിച്ച് നമ്മൾ ഈ അമ്പലത്തിലോട്ട് എത്തി. ഇതാണ് ക്ഷേത്രം, ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം, നരിഹരപ്പറമ്പ്. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലമാണ്. അപ്പോൾ അവിടെ നിന്ന് തൊട്ടിട്ട് നമ്മൾ അമ്പലം വരെ നടന്നിട്ടാണ് പോകുന്നത് കേട്ടോ. ആ ഒരു ഭംഗി നിങ്ങൾക്ക് കണ്ട് തന്നെ ആസ്വദിക്കേണ്ടതാണ്. അത്രയേറെ പച്ചപ്പുള്ള ഒരു സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്കിനി കാണാം ഓരോ കാഴ്ചകളും. നോക്കിയാ ആൾക്കാർ ഓടിയ ചാടുകൊണ്ടിരുന്നു. അങ്ങനെ വണ്ടി ഇറങ്ങി നമ്മൾ ഏറെ ദൂരം നടന്നു കേട്ടോ. ഇനിയുള്ളതൊരു കുന്നാണ്. ആ കുന്നുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിലോട്ട് എത്തി. നമ്മൾ നടന്ന് നമ്മുടെ ക്ഷേത്രത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇത് പാറക്കുട്ടി നടന്നിട്ട് വല്ലാണ്ട് ക്ഷീണിച്ചിട്ടുണ്ട്. കുറേ ഞാനും അനിയനൊക്കെ മാറി മാറി എടുത്തു കേട്ടോ. പക്ഷേങ്കിൽ ഞങ്ങളും ടയേർഡായി, എല്ലാവരും നല്ല കിതപ്പിലാണ്. മക്കൾ പിന്നെ അത്യാവശ്യം ഓടിയൊക്കെ എങ്ങനെയല്ലോ കുന്ന് കയറിയിട്ടുണ്ട്. അപ്പോഴാണ് ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി വന്ന വേറൊരാളെ കണ്ടത് കേട്ടോ. പാറക്കുട്ടി ഇപ്പോൾ അയാളുടെ കൂടെ പോകുന്നൊരു കാഴ്ച നിങ്ങൾക്ക് കാണാം. കണ്ടേ, ആരാണെന്ന് പോലും അവൾക്കറിയില്ല. പക്ഷേ അവർ കൈ നീട്ടി മോൾ അങ്ങോട്ട് പോയിട്ടാ. ആളെ വിട്ട് ടാറ്റാ. അങ്ങനെ ഞങ്ങളിത് ഈ പുണ്യഭൂമിയിലോട്ട് എത്തിയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഇവിടെ. കാരണം തൊഴുതാലും മതി വരാത്തൊരു അമ്പലവും അത്ര തന്നെ ദൈവശക്തിയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ ഒരു അന്തരീക്ഷം അത്രയേറെ എനിക്കിഷ്ടമുള്ളൊരു അന്തരീക്ഷമാണ്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങോട്ട് വരാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷേ എല്ലായ്പ്പോഴൊന്നും കഴിയാറില്ല, എന്നാലും പറ്റുന്ന പോലെയൊക്കെ വരാറുണ്ട്. അപ്പം നമ്മൾ വന്നപാട് തന്നെ കുറച്ച് വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു. ആ വഴിപാടുകളൊക്കെ കഴിച്ചു. പുഷ്പാഞ്ജലിയും കാര്യങ്ങളും നെയ്വിളക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഈ ചേച്ചിയോട് കുറച്ച് നേരം ഞാനിങ്ങനെ സംസാരിച്ചിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് പട്ട് കൊടുക്കാനുണ്ടായിരുന്നു, പട്ടൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ ഈ വരുന്ന വഴി ഒരു മഞ്ഞപ്പൂ പറിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭഗവാന് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇവിടെ മഞ്ഞപ്പൂവും മഞ്ഞ പട്ടൊക്കെയാണ് ഇവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത്. അതിരാവിലെ ഇവിടെ വന്നിരുന്നുണ്ടല്ലോ, ആ കിളികളുടെ നാദവും കാറ്റും തണുപ്പും ഈ ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടല്ലോ, ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫീലിങ്സ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പുറമേയുള്ള കാഴ്ചകളാണ്. ഉള്ളിലോട്ട് നമ്മൾ അധികം എടുത്തിട്ടില്ല, കാരണം ശ്രീകോവിലും അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റില്ല. അതിന് ശേഷം ഞാൻ വന്നതേ ഭൂതത്താന്മാരെ കാണാനാണ് കേട്ടോ. ഭൂതത്താന്മാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പുറത്താണ് ഇവരുള്ളത്. അപ്പോൾ അവരെയൊക്കെ തൊഴുതു. എന്ത് മനോഹരമാണെന്നറിയോ ഈ ക്ഷേത്രമുറ്റം എന്ന് പറയുന്നത്.
അത്രയേറെ, കാരണം ഒരു കാടിനുള്ളിലാണ്. കാടിനുള്ളിൽ എന്ന് പറയുമ്പോൾ ഒരു വനത്തിനുള്ളിലാണ് ഒരു ക്ഷേത്രം ഒറ്റപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം മനോഹരമാണ് കേട്ടോ. ഇവിടെ നമ്മൾ പണ്ടൊക്കെ ഈ ഒരു പുൽച്ചെടി ഉണ്ടല്ലോ, പണ്ടൊക്കെ ഇതിനെ കൊണ്ടൊക്കെ കളിക്കുമായിരുന്നു. കുട്ടിക്കാലത്ത് എന്നും വരുന്ന ഒരു അമ്പലമാണ്. ഈ ഒരു ഓർമ്മകൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഓർമ്മകളാണ്. അപ്പം നമ്മളിവിടെയൊക്കെ നടന്ന് തൊഴുതു. അവർ നേരത്തെ തൊഴുതു അവിടെ ഇരുന്നു കേട്ടോ. ഞാനിതിങ്ങനെ മെല്ലനെ മെല്ലനെ നടന്ന് ഓരോ കാഴ്ചകളും എടുത്തു ഇങ്ങനെ നിൽക്കുകയാണ്. ഒറ്റയ്ക്കൊരു കുന്നിന് മുകളിലോട്ടാണ് ക്ഷേത്രം കേട്ടോ. ഈ കാണുന്നത് ബ്രഹ്മരക്ഷസാണ്, അങ്ങോട്ട് പോവരുത്. അപ്പോൾ ബ്രഹ്മരക്ഷസിനടുത്തൊക്കെ നമ്മൾ പോയി പ്രാർത്ഥിച്ചു കേട്ടോ. ഇതാണ് ഭഗവാന്റെ ഒരു. അങ്ങനെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ട് നമ്മളിതേ അവിടുന്ന് നേരെ വേറൊരു അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ. ഇവിടുന്ന് മടങ്ങി ഭഗവാനോട് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിൻ്റെ താഴ്ഭാഗത്തോട്ടായിട്ട് ഈ കുന്ന് കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്ത അമ്പലമാണ് ശ്രീ മൂത്തേടത്ത് ത്വരിതാകിരാത ക്ഷേത്രം. ഇത് മഹാദേവ ക്ഷേത്രമാണ്. ആദ്യം പോയത് നരസിംഹമൂർത്തി ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ പോയതിന് ശേഷമേ ഇവിടെ വരാവുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മളിതേ കാക്കയങ്ങാട് വീട്ടിൽ 2 ദിവസം താമസിച്ച് തിരികെ വന്നു പോവുകയാണ് കേട്ടോ. വീട്ടിലോട്ട് മട്ടന്നൂർ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.